പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതായിരുന്നു സബ്ജക്ട്? സുവോളജി തന്നെ. പക്ഷേ റിസർച്ച് ചെയ്തത് വേറെ അത് പിന്നീട് പോലീസിൽ വന്നതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഈ MSc കഴിഞ്ഞു. പിന്നെ MSc കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടിയായിരുന്നു. എവിടെ? മത്സ്യഫെഡിൽ പ്രോജക്റ്റ് ഓഫീസറായിട്ട്. ഓ, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ട്രിവാൻഡ്രത്താണോ ജോയിൻ ചെയ്തത്? അപ്പോൾ അവിടെ ഇരുന്ന് ആണ് സിവിൽ സർവീസ് 2 വർഷം. 2 വർഷം. ആ സമയത്ത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത് 2 തവണ എഴുതി. അപ്പോൾ കിട്ടി. സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാണ് മത്സ്യഫെഡ് വിട്ട് സിവിൽ സർവീസ് പോകുന്നത്. ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ള ഒരു മസൂറിയിലുള്ള ഒരു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? മസൂറിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസിൽ ഉള്ള ഒരു 250-ലധികം പേര്, എല്ലാ സർവീസ് IAS, IPS, IFS, പിന്നെ മറ്റുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, അങ്ങനെ കുറേ സർവീസിൽ നിന്നുള്ള എല്ലാവരും ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് വളരെ പഴയ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള ബ്രിട്ടീഷുകാർ പണിത ഒരു കെട്ടിടമാണ്. ലേഡീസ് ബ്ലോക്ക്, വലിയ ജനലും വലിയ റൂമുകളാണ്. അപ്പം 2 വലിയ റൂം അല്ല 4 പേരാണ് ഞങ്ങൾ. കണക്റ്റഡ് ആയിട്ടുള്ള 2 വലിയ റൂമാണ്. അപ്പം 4 പേര് അങ്ങനെയാണ് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോഴും അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ റൂമിലുണ്ടായിരുന്ന ആള് ഉപമ ശ്രീവാസ്തവ. ആള് UP നിന്നാണ്, ലക്നൗവിൽ നിന്നാണ്. അപ്പോൾ ഞാനാണ് ഈ 4 പേരുള്ളതിൽ ഏറ്റവും ആദ്യം അവിടെ റൂമിലെത്തുന്നത് ഞാനാണ്. അപ്പം ഇങ്ങനെ ചെന്നതെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപമയുടെ അച്ഛനുമായിട്ട് വരുന്നത്. അപ്പോൾ ഉപമയുടെ അച്ഛനും ആയിട്ട് ഇപ്പോഴും എനിക്കൊരു വലിയ, ഞാനും പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളെ കൂട്ടി ആവശ്യത്തിനുള്ള വൂളൻ എല്ലാം വാങ്ങിക്കാൻ, എനിക്കൊന്നും അറിയില്ലെന്ന്. സത്യത്തിൽ ഒരു ക്യാൻവാസ് ഷൂസ് ഇട്ട് പോലും ശീലമില്ല. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ തൊട്ടുള്ള ഒരു ഹിൽ ലൈഫിനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാപ്പായാണ് ഞങ്ങൾ 2 പേരെയും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ആ റൈഡിനും ഒക്കെ കൊണ്ടുപോയി തിരിച്ച് വൈകിട്ട് വരുന്നതും. അതുപോലെ അന്ന് ഈ റിക്ഷോയിലാണ് ഞങ്ങൾ മസൂറിയിൽ നിന്ന് മാളിലേക്ക് പോകുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ്. അങ്ങനെ മസൂറിയിൽ ആദ്യത്തെ, ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ആ പ്രഭാതമൊക്കെ കാണുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. എത്ര നാളായിരുന്നു അവിടെ? 4.5 മാസം. അപ്പോൾ അതിനിടയ്ക്കാണ് ഹിമാലയത്തിൽ ട്രക്കിംഗ് ഇങ്ങനെ പോകുന്നത്. അതൊരു വലിയ ജീവിതാനുഭവമായിരുന്നു. ഹിമാലയത്തിൽ മലകൾ കയറി ഇറങ്ങാനായിട്ടും ഒക്കെ കിട്ടുന്നൊരു അവസരം. ഞാൻ കേട്ടിട്ടുണ്ട് ട്രക്കിംഗ് ഒക്കെ. ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട്. സംശയം എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റീപ്പ് ട്രക്കിംഗ് ആണോ? സ്റ്റീപ്പായിട്ടുള്ള മലകളും എല്ലാം കയറണമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ മഴയായിട്ട് അതിൻ്റെ ഒരു ഇടത്താവളം ഉണ്ടല്ലോ, ഒരു ബേസ് ക്യാമ്പ് കഴിഞ്ഞ് പിന്നെ ഒരു മിഡിൽ ക്യാമ്പും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ മിഡിലുള്ള ക്യാമ്പൊന്നും ഇല്ലായിരുന്നു. മഴ വന്നിട്ട് അതെല്ലാം പോയിട്ട് പിന്നെ ഒറ്റ സ്ട്രെച്ചിന് നടക്കുകയാണ് ചെയ്തത്. ഇത് ഓൾ സിവിൽ സർവീസ് അല്ലേ? എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് ബാച്ച് ആയിരിക്കും. ഒരു ട്രക്കിങ്ങിന് പോകുമ്പോൾ ഒരു 10 പേര് ഒരു ബാച്ചായിട്ട്. അതുപോലെ പിന്നെ ഒരു വില്ലേജ് സ്റ്റഡി ഉണ്ട്. വില്ലേജ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടൊരു 15 ദിവസമുണ്ട്. അതും ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ അയോധ്യയ്ക്ക് അടുത്തുള്ള ഫൈസാബാദ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലായിരുന്നു വില്ലേജ് സ്റ്റഡിക്ക് പോയത്. താമസം അവിടെ തന്നെ? അവിടെ ഒരു ചെറിയൊരു കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇല്ല, ഞങ്ങളുണ്ടല്ല, ഞങ്ങൾ തന്നെ. ഈ 4 പേര് അല്ല, 5 പേരുണ്ടായിരുന്നു ഞങ്ങൾ വില്ലേജ് സ്റ്റഡിക്ക് പോകുമ്പോൾ. അല്ല, ഈ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഇല്ല എൻ്റെ കൂട്ടത്തിൽ? ഈ ട്രക്കിംഗ് അല്ലാതെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ഓഫ് കോഴ്സ്. ഹോഴ്സ് റൈഡിംഗ് മസൂറിയിലും ഓപ്ഷണലാണ്. പക്ഷെ ഞാൻ മസൂറിയിലേ ചേർന്നിരുന്നു. കാരണം നാഷണൽ പോലീസ് അക്കാഡമി പോകുമ്പോൾ ഞങ്ങൾക്ക് ഹോഴ്സ് റൈഡിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഓപ്റ്റ് ചെയ്തു. പക്ഷേ ഇത് ഈ മസൂറിയിൽ പോകുന്ന 4 മാസം എല്ലാവർക്കും മാൻഡേറ്ററി ആണല്ലേ? അതെ, സിവിൽ സർവീസ് അത് ഫൗണ്ടേഷണൽ കോഴ്സ് ആണല്ലോ. ഈ കൂടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ മാഡം അവരിപ്പോൾ എവിടെയാണ്? അവരിപ്പോൾ ഡൽഹിയിലാണ്. എന്താ IPS ആയിരുന്നോ? IAS ആണ്. 2 പേര് IASഉം ഒരാൾ IFSഉം അങ്ങനെയായിരുന്നു. അവർ ഒരാൾ ചെന്നൈയിലാണുള്ളത്. അവരിപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയാണ്.
അവരുമൊക്കെ ആയിട്ട് ഇപ്പോഴും രണ്ടുപേരുമായിട്ട് ഇപ്പോഴും നല്ല അടുപ്പമാണ്. അത് ആ സമയത്ത് അവിടെ ഈ ചെന്ന സമയത്ത് വല്ലതും പേനയെടുത്തോ? ഗ്രാമപഠനത്തിന് പോയ അതിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതി. അതും ഓർമ്മയുള്ള 4 വരി ഏതെങ്കിലും ചൊല്ലാമെങ്കിൽ സന്തോഷം. മഞ്ചാടി മണി പോലെ തുള്ളുന്നതെന്തുള്ളം, ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. മഞ്ചാടി മണി പോലെ തുള്ളുന്നതെന്തുള്ളം, ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. മയിലാടും ചന്തത്തിൽ ആടുന്നതെന്തുള്ളം, മഴവില്ല് ചൂടിയൊരാകാശം കണ്ടിട്ട്. മയിലാടും ചന്തത്തിൽ ആടുന്നതെന്തുള്ളം, മഴവില്ല് ചൂടിയൊരാകാശം കണ്ടിട്ട്. മഴവില്ല് ചൂടിയൊരാകാശം കണ്ടിട്ട്. ഇത് എവിടെ നിന്നാണ് എഴുതിയത്? ഇത് നാട്ടിൽ എഴുതിയത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ചെമ്പകം നീ മടങ്ങിപ്പോകലേ എന്നുള്ള പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ അത് മുരുകൻ കാട്ടാക്കടയുടെ കവിതയോട് ചേർത്ത് ചെറുതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു CD വന്നിട്ടുണ്ട്. മസൂറി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ്? നാഷണൽ പോലീസ് അക്കാഡമി, ഹൈദരാബാദ്. അവിടെ 2 വർഷം അതോ 1 വർഷം? എല്ലാം കൂടെ 26 മാസമാണ്. 26 മാസം എല്ലാം ഇതും ചേർത്ത്? ഇതും പിന്നെ അതിനിടയ്ക്ക് ഒരു 7 മാസം ഡിസ്ട്രിക്ട് ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഇവിടെ വരും കേരളത്തിൽ. എല്ലാം കൂടെ കൂടി 26 മാസം. ഓൾമോസ്റ്റ് 1.5 years ഹൈദരാബാദിലുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം ഇടുക തന്നെയല്ലേ? അവിടെ നിന്ന് യൂണിഫോമിലോട്ട്, അവിടെ നിന്നാണ് യൂണിഫോം ഇടുന്നത് അല്ലേ? അപ്പോൾ അകത്തുനിന്ന് ആ സാഹിത്യകാരി വളരെ ബുദ്ധിമുട്ടിയോ ഈ യൂണിഫോമിന്? ബുദ്ധിമുട്ടില്ലല്ലോ. യൂണിഫോം എപ്പോഴും അതെനിക്ക് കരുത്ത് നൽകിയിട്ടേ ഉള്ളൂ. അത് സാഹിത്യവും യൂണിഫോമും തമ്മിൽ പലരും വിചാരിക്കുന്ന പോലെ അത് ഒരുമിച്ച് പോകാത്ത സാധനമല്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരുമിച്ച് പോകും തോന്നുന്നു. കാരണം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കാണുന്നു, മനുഷ്യൻ്റെ കള്ളത്തരങ്ങൾ കാണുന്നു. ഇതെല്ലാം കാണുകയും പച്ചയായ ജീവിതം ഒരുപക്ഷെ ഒരു 80-100 വയസ്സ് വരെ ജീവിച്ചാൽ ഒരു മനുഷ്യന് കാണാൻ സാധിക്കാത്തത്രയും ജീവിതം വളരെ ചെറിയൊരു സമയം കൊണ്ട് കാണാൻ അനുഭവിക്കാൻ സാധിക്കും യൂണിഫോം ഉള്ളതുകൊണ്ട്. അതെ, പ്രതികരിക്കാനും സാധിക്കും. നമുക്കത് സാധിക്കില്ല. നമുക്കത് കണ്ടോണ്ടിരിക്കാനേ സാധിക്കും. പ്രതികരിക്കണമെന്ന് ആഗ്രഹം തോന്നും, പക്ഷേ പ്രതികരിക്കല്ല, നമ്മള് അത് പ്രവർത്തിക്കും. ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഒരു കവിയായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു യൂണിഫോം ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അല്ല, അങ്ങനെയല്ല. ഇപ്പം യൂണിഫോം ഇടുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം കാണണം. കാരണം ഒരുപാട് വിക്ടിംസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രിമിനൽസിനെ കാണുന്നതിലധികം വിക്ടിംസിനെ നമ്മൾ കാണുന്നുണ്ട്. അത് ഹൈലൈറ്റഡ് ആകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ക്രിമിനൽസിനുമായിട്ട് ഡീൽ ചെയ്യുമ്പം മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം തന്നെ. അപ്പോൾ ദൃഢകൃത്യേ എന്ന് പറഞ്ഞാൽ ദൃഢകൃത്യ തന്നെ ആയിരിക്കണം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനോടും നിയമങ്ങളോടും മാത്രമാണ് ബാധ്യത. വ്യക്തികളോടോ ഇല്ല, ഒന്നുമില്ല. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളോടും കോൺസ്റ്റിറ്റ്യൂഷനോടും ആണ് നമ്മുടെ ബാധ്യത മുഴുവൻ. അങ്ങനെയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയാണ് യഥാർത്ഥത്തിൽ ഡെമോക്രസിയിൽ ആവശ്യവും. അതിനാണ് ഡെമോക്രാറ്റിക് പോലീസിംഗ് എന്ന് പറയുന്നതും. അതാണ് വേണ്ടത്. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് അടിച്ചമർത്തുന്ന പോലീസല്ല നമുക്ക് വേണ്ടത്. ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ചായവില്ലാതെ കൃത്യം നിയമത്തിനോട് മാത്രം ബാധ്യതയുള്ള വിധത്തിൽ അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉണ്ടെങ്കിൽ ആ പോലീസിനോടാണ് ജനത്തിനും താല്പര്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പോലീസ് സേനയായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ 2011 പുതിയ കേരള പോലീസ് ആക്ട് വന്നു. അപ്പോൾ അതുവരെ പഴയ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ 1861 പോലീസ് ആക്ടിനെ ബേസ് ചെയ്തുള്ള പോലീസ് ആക്ട് ആയിരുന്നു കേരള പോലീസ് ആക്ട് 1960. അതെ, ആംഗ്ലോ സാക്സൺ ലോയാണ് ഉപയോഗിക്കുന്നത്. ആംഗ്ലോ സാക്സൺ ലോയ്ക്ക് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. പ്രൊസീജിയറിലാണ് ഒരുപാട് നമുക്ക് ഡിലേ വന്നു പോകുന്നു. പെട്ടെന്ന് തീർക്കാൻ നമുക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അപ്പോൾ അതിന് വലിയ ദൂഷ്യമുണ്ട്.
ഇപ്പോൾ പോലീസ് പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട, അതിന് അവരെടുക്കുന്ന 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമല്ലോ, അപ്പോൾ അതിനെ ഒന്നും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിസ്റ്റം നിലകൊള്ളുന്നത് തന്നെ. അതിനൊക്കെ മാറ്റം വരണം. പിന്നെ കൊച്ചു കാര്യങ്ങളാകുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ സാധിക്കണം, അത് ഡിലേ ഇല്ലാത്ത. പിന്നെ ഒരു പക്ഷേ നമ്മൾ ഈ ഡെമോക്രസി മെച്ചുവർ ആകുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റു ചില സിസ്റ്റം, ഇപ്പം നമുക്ക് ജൂറി ഇല്ല പല സ്ഥലങ്ങളിലും. ഇപ്പം US ആണെങ്കിൽ ജൂറി ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ അത്തരം ആളുകളെ കൊണ്ട് നോക്കാനായിട്ട്, അവർക്ക് നോക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഇരിക്കുന്ന ജഡ്ജിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജഡ്ജിന് ഒരുപാട് റോളാണ് നമ്മൾ കൊടുക്കുന്നത്. നിയമപരമായിട്ട് ശരിയോ തെറ്റോ എന്ന് നോക്കുന്ന ഒരു കാര്യം മാത്രം കൊടുത്തിട്ട് ബാക്കി ജഡ്ജ്മെൻ്റ് മുഴുവനും ഒരു ജൂറി പോലെയുള്ള ഒരു ബോഡിക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ദൈവത്തിനെ പോലെയാണ് നമ്മൾ ഒരുപാട് ഡ്യൂട്ടി ഇരിക്കുന്ന പ്രിസൈഡിങ് ഓഫീസറും ജഡ്ജിന് കൊടുക്കുക. ജൂറിയിൽ പബ്ലിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഈ സിസ്റ്റത്തെ മുഴുവൻ തള്ളിയല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ഗുണങ്ങളുള്ള സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ ഡെമോക്രസിക്കും കാലത്തിനും അനുയോജ്യമായ വിധത്തിൽ പരിഷ്കാരങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് വരേണ്ടതുണ്ട്. അതുപോലെ പോലീസിങ്ങിലാണെങ്കിലും പോലീസിനെ വിശ്വാസത്തിലെടുക്കണം. അതുപോലെ പോലീസ് സേനയ്ക്ക് വേണ്ടതൊന്നും കൊടുക്കുന്നില്ല, ഒന്നും അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേണ്ട അളവിൽ. നമുക്ക് ഒരുപാട് റിസോഴ്സ് ക്രഞ്ച് ഉണ്ട്. ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരുടെ ടൈമിൽ നമ്മുടെ തിരുവിതാംകൂറിൽ അന്ന് 40,000 പേരുള്ള നായർ പട്ടാളമുണ്ടല്ലേ, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും നമ്മൾക്ക് 50,000-55,000 പേര് നമുക്ക് ഇന്നുള്ളൂ. അതിൻ്റെ നമ്പർ കൂട്ടണ്ടേ? നമ്പർ കൂട്ടണം. അതിന് ഓരോ ബജറ്റിൽ ഓരോ പോലീസ് സ്റ്റേഷനിലും ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്. ഒരു പോലീസ് സ്റ്റേഷനാണെങ്കിൽ നല്ല വർക്ക് സ്റ്റേഷനും ഒക്കെ ആയിട്ടൊരു മനോഹരമായൊരു കെട്ടിടം വേണ്ടേ? തീർച്ചയായും. അപ്പോൾ ആ ഒരു വർക്ക് സ്റ്റേഷനുണ്ട്, നല്ല രീതിയിൽ ഭംഗിയായിട്ട് അറ്റ്മോസ്ഫിയർ. അപ്പം നല്ലൊരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ എല്ലാവർക്കും ഈ ഇരിക്കാനായിട്ടൊരു കസേരയും മേശയും ഒരു വർക്ക് സ്റ്റേഷനും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ അവിടേക്ക് കടന്നു ചെല്ലുന്നവർക്കും അതുപോലെ ഒരു നീതി കിട്ടാനും കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷന് എത്രയാണ് ബജറ്റ് അത് കൊടുക്കണം, പോലീസ് സ്റ്റേഷന് അനുവദിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി നീതിപൂർവമായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. ഒരു സമൂഹത്തിൻ്റെ റെസ്പോൺസിബിൾ സിറ്റിസൺസിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ. കമ്മ്യൂണിറ്റി പോലീസിംഗ് സ്റ്റാർട്ട് ചെയ്തത്? അതെ, സ്റ്റാർട്ട് ചെയ്തതല്ല, നോഡൽ ഓഫീസറാണ് ഇപ്പോഴും. നോഡൽ ഓഫീസർ അത് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്, ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്, പോളിസിയാണ്. അപ്പോൾ അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നേ മതിയാവുള്ളൂ. ഡെമോക്രാറ്റിക് പോലീസിങ് റിസർച്ച് എല്ലാം കാണിക്കുന്നത് തന്നെയാണ്. അപ്പം ലോകത്തിലെ മുഴുവനും അത്തരം സമ്പ്രദായം വന്നു കഴിഞ്ഞു. നമ്മൾ മാത്രം പോലീസിനെ കമ്മ്യൂണിറ്റിയും വിശ്വാസത്തിലെടുക്കില്ല, കമ്മ്യൂണിറ്റിയെ പോലീസും വിശ്വാസത്തിലെടുക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിന് പകരം കമ്മ്യൂണിറ്റിയും പോലീസും ഒരുമിച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിറ്റി പോലീസിങ്. അപ്പോൾ കമ്മ്യൂണിറ്റിക്കും കൊടുക്കണം കുറച്ച് റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും അത് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ താല്പര്യമാണിത്. ഇത് ജനങ്ങൾക്ക് ധാരാളം താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഓരോ MLA-മാരും ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലെ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആക്കണമെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ എന്തോ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ് എന്ന് പലരും പോലീസ് സേനയ്ക്കുള്ളിലും പുറത്തുമുള്ള പലരും അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. പോലീസുകാരൻ എംപവേർഡ് ആകാതെ നമ്മൾ എവിടെ പോയി നിൽക്കും? തീർച്ചയായും. സാധാരണ കോൺസ്റ്റബിളാണ് ഇതിൽ 90% ആളുകളും. ആ സാധാരണ കോൺസ്റ്റബിൾ എംപവേർഡ് ആയാൽ മാത്രമേ, അപ്പം 40,000 പേരും പ്രവർത്തിച്ചാലല്ലേ സമൂഹത്തിലെ സെക്യൂരിറ്റി വരുള്ളൂ. അപ്പോൾ അവന് ഒരു എംപവർമെൻറ്റ് വരണം. അപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങി പോകുന്ന പോലീസുകാരും വേണം, പോലീസുകാരികളും വേണം. ഒരു 30% പോലീസുകാരികളും വേണം ഇവിടെ. അവരെല്ലാവരും ഒരുമിച്ച് അവർ എംപവേർഡായിട്ട് അവർക്കൊരു സ്ഥലത്ത് പോയി സ്പോട്ടിൽ പോയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതിന് പ്രതികരിക്കാനും ഒക്കെ അവർക്കും സാധിക്കണം. അവരെ സഹായിക്കാനായിട്ട് കമ്മ്യൂണിറ്റി മുമ്പോട്ട് വരണം. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. അത്തരം ഒരു സമൂഹത്തിലാണ് വികസനം ഉണ്ടാകുന്നത്. നമുക്കൊരു പാട്ടിലേക്ക് പോകാല്ലേ? തീർച്ചയായിട്ടും. ഏതാ പാട്ട് വേണ്ടേ?
കാവ്യപുസ്തകമല്ലോ ജീവിതം. ആണോ? പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താ? ജീവിതം കാവ്യപുസ്തകമാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ? കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. അനഘ ഗ്രന്ഥമിതാരോ തന്നു, ആ ആ ആ അനഘ ഗ്രന്ഥമിതാരോ തന്നു, മനുഷ്യന്റെ മുൻപിൽ തുറന്നു വച്ചു. ജീവന്റെ വിളക്കും കൊളുത്തിവച്ചു, അവനാവോളം വായിച്ചു മതിമറക്കാൻ. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം. ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ? കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകം.